ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആത്മാവിൻ്റെ ദൂത് എന്ന ശുശ്രൂഷയിലേക്ക് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഒരുമിച്ച് പറഞ്ഞ ഹല്ലേലൂയ. ഇന്ന് നമ്മളൊരു സ്വർഗസ്നാപിതാവിൻ്റെ പ്രാർത്ഥന വേണ്ടി കാഴ്ചവെക്കുന്നത് +2 തോറ്റുപോയ കുട്ടികൾ രണ്ടാമത് എഴുതുമ്പോൾ അവരെല്ലാവരും ഉന്നത വിജയം നേടി അവരെല്ലാവരും വിജയിക്കുന്നതിന് വേണ്ടി നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 29-ാം തിരുവചനം. അവിടുന്ന് എന്നെ തനിയെ വിട്ടിരിക്കുകയല്ല, കാരണം ഞാൻ എപ്പോഴും അവിടുത്തേക്ക് ഇഷ്ടമുള്ളത് പ്രവർത്തിക്കുന്നു. ഹല്ലേലൂയ. അവിടെ യേശു വളരെ വ്യക്തമായിട്ടൊരു കാര്യം പറയുകയാണ്. എന്നെ തനിയെ വിട്ടിരിക്കുകയല്ല, ഞാൻ എപ്പോഴും പിതാവിൻ്റെ കാര്യത്തിൽ വ്യാപൃതനായിരിക്കുന്നതുകൊണ്ട് എൻ്റെ കൂടെ എപ്പോഴും പിതാവിൻ്റെ സാന്നിധ്യമുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ഈശോ പറയണം, എന്നെ തനിയെ വിട്ടിരിക്കുകയല്ല. ഞാൻ ഈ വേലയ്ക്ക് വേണ്ടി, സുവിശേഷ വേലയ്ക്ക് വേണ്ടി പരസ്യകാല ജീവിതത്തിൽ സ്വർഗ്ഗരാജ്യത്തെക്കുറിച്ച് പ്രസംഗിച്ചുകൊണ്ട് നടക്കുമ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ എൻ്റെ പിതാവായ ദൈവമുണ്ടെന്നുള്ളൊരു ബോധ്യം നമുക്ക് തരികയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഒറ്റയ്ക്കായി പോയെന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഈ ഒരു വചനമൊക്കെ ധ്യാനിച്ച് കൂടുതൽ പ്രാർത്ഥിക്കുവാനും കൂടുതൽ അഭിഷേകം പ്രാപിക്കുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ഏതെങ്കിലും തരത്തിൽ ഒറ്റപ്പെട്ടു പോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വചനം ധ്യാനിച്ച് പ്രാർത്ഥിക്കുവാനും അവരുടെ ജീവിതത്തിലെ ഒറ്റപ്പെടലെല്ലാം മാറിപ്പോട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ.